Hi guys, welcome to KCS classes. അങ്ങനെ നമ്മുടെ ഇംഗ്ലീഷ് പേപ്പർ ഫസ്റ്റത്തെ സെമസ്റ്റർ കഴിഞ്ഞു, ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ അല്ലേ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ സെമസ്റ്ററിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സെമസ്റ്ററിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ഇംഗ്ലീഷ് പേപ്പർ എന്ന് പറയുന്നത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ആണ്. സോ അതിൻ്റെ പോർഷൻസും അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൻ്റെ ലേണിംഗ് ഔട്ട്കംസ് എന്താണ്, നമുക്ക് ചെയ്യാനുള്ള അസൈൻമെൻറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്വിക്ക്ലി നോക്കാം. ഓൾ റൈറ്റ്. അപ്പം റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൻ്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ്, അതായത് ഈ ഒരു കോഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു പേപ്പർ കൊണ്ട് എന്തൊക്കെയാണ് ഒരു സ്റ്റുഡൻറ്റിൽ വരുത്തി നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സിൻ്റെ അർത്ഥം. സോ അതെന്തൊക്കെയാണെന്നൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, റീഇൻഫോഴ്സ്മെൻറ്റ് ഓഫ് ക്രിട്ടിക്കൽ തിങ്കിങ് ത്രൂ വേരിയസ് ടെക്നിക്കാലിറ്റീസ് ഓഫ് റീഡിംഗ്, അതായത് ക്രിട്ടിക്കൽ തിങ്കിങ് സ്റ്റുഡൻസിൽ വളർത്താൻ ശ്രമിക്കുക. അതാണ് ഫസ്റ്റത്തെ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തേത് ഫെമിലിയറൈസേഷൻ വിത്ത് നുവാൻസസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, അതായത് നമ്മൾ ലിറ്ററേച്ചർ വായിക്കുമ്പം വെറുതെ നോട്ട്സ് വായിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് നോൺ ഫിക്ഷൻ വായിക്കുന്നത് പോലെയോ ആയിരിക്കില്ല ലിറ്ററേച്ചർ അല്ലേ. അത് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഷ, ഇപ്പം മലയാളം പഠിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ പഠിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകും, ഓരോ പദ്യമൊക്കെ വായിക്കുമ്പോൾ ഓരോ വരിക്കും ഓരോ അർത്ഥമായിരിക്കാം. ഒരു വരി തന്നെ രണ്ടോ മൂന്നോ രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാനും മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് അല്ലേ. സോ അതിനെയാണ് നുവാൻസസ് എന്ന് പറയുക, ദി ലിറ്റിൽ ഡിഫറൻസസ് ഇൻ ലിറ്ററേച്ചർ. അത് മനസ്സിലാക്കാനുള്ള ഉദ്ദേശം. നെക്സ്റ്റ് വൺ, റെക്കഗ്നിഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദി ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് ഓഫ് ലാംഗ്വേജ്. ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താണ്? സെൻറ്റൻസ് സ്ട്രക്ചറാണ്. ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്തൊക്കെയാണ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോയിസസ് എന്തൊക്കെയാണ്, ഒബ്വിയസ്ലി പങ്ക്ച്വേഷൻ എങ്ങനെയാണ്, അത്തരത്തിലുള്ള ബേസിക് ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് നോക്കുന്നുണ്ട്. ഫോർത്ത് ഒബ്ജക്റ്റീവ് ഇസ് ഡെവലപ്മെൻറ്റ് ഓഫ് ദി സ്കിൽ ടു യൂസ് അപ്രോപ്രിയേറ്റ് ആൻഡ് കോണ്ടെക്സ്ച്വൽ വൊക്കാബുലറി. അപ്പം എങ്ങനെയാണ് സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള, കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യാനായിട്ട് ഫെമിലറൈസ് ചെയ്യുക അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. നമ്പർ 5, കൾട്ടിവേഷൻ ഓഫ് ദി സ്കിൽസ് ടു merge the thoughts into verbal expressions, utilizing the techniques involved in writing academic documents to achieve specific purposes. എന്ന് വെച്ചാൽ നമ്മളുടെ മനസ്സിലുള്ളത് നമുക്ക് ചിലപ്പം ഇംഗ്ലീഷിൽ എഴുതാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ഈ ഒരു പേപ്പർ കൊണ്ട് നമ്മൾ ഒബ്ജക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എയിം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ എന്തുണ്ടോ അതുപോലെ തന്നെ അർത്ഥത്തോടുകൂടി നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുന്ന വേർബൽ എക്സ്പ്രഷനുകൾ, വേർഡ്സ്, വോക്കാബുലറി, അതുപോലെ ടെക്നിക്സ് എല്ലാം യൂസ് ചെയ്യാനായിട്ട് നമ്മളെ റെഡിയാക്കുന്നതാണ് ഈ പേപ്പറിൻ്റെ ഉദ്ദേശം. ഓക്കെ, ഇനി ലേണിംഗ് ഔട്ട്കംസ്. ഈ ഒരു പേപ്പർ പഠിച്ചു കഴിയുമ്പോൾ ഒരു കുട്ടിക്ക് എന്തൊക്കെ റിസൾട്ടുകളാണ് വരേണ്ടത്, എന്തൊക്കെയാണ് ഒരു കുട്ടിയിൽ കാണേണ്ട ഔട്ട്കം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹാവ് നോളജ് ഓഫ് വേരിയസ് കമ്മ്യൂണിക്കേഷൻ കോണ്ടെക്സ്റ്റ് വിച്ച് വിൽ എനേബിൾ ദി യൂസ് ഓഫ് കോണ്ടെക്സ്റ്റ് സ്പെസിഫിക് അപ്രോപ്രിയേറ്റ് ലാംഗ്വേജ്. അതായത് പലതരത്തിലുള്ള കോണ്ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് പറയാനുള്ള പ്രാക്ടീസ് ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇപ്പോൾ റീഡിങ് സ്കില്ല് അല്ലെങ്കിൽ സ്പീക്കിംഗ് സ്കില്ലൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ കണ്ടിരുന്നു ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ പലതരത്തിൽ പല സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ഫെമിലറൈസേഷൻ വരുത്തുക. നമ്പർ 2, ബി എക്വിപ്ഡ് വിത്ത് സ്കിൽസ് ടു അപ്രീഷിയേറ്റ് ആൻഡ് ഇവാലുവേറ്റ് ടെക്സ്റ്റ്, ഗെയിനിങ് ദി അക്വയർഡ് സ്കിൽസ് ഇൻ കോംപ്രഹെൻഡിങ് ഇവൻ കോംപ്ലക്സ് പാസേജസ്. ബേസിക്കലി റീഡിങ് കോംപ്രഹെൻഷൻ. അപ്പം അത് റീഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ആ ഒരു ടെക്സ്റ്റ് ഇപ്പോൾ ഒരു പോമാണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ ആ പോം വായിച്ച് നമുക്കത് ആസ്വദിക്കാനുള്ള ഒരു സ്കില്ല് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും ഈ പേപ്പർ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ പഠിച്ചു കഴിയുമ്പോൾ. നമ്പർ 3, വിൽ ഹാവ് ദ കോമ്പറ്റൻസി ടു ഹാൻഡിൽ ലാംഗ്വേജ് ഇൻ വേരിയസ് ലിറ്റററി ആൻഡ് ലൈഫ് കോണ്ടെക്സ്റ്റ്. അപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളിലും അതുപോലെ തന്നെ ലിറ്റററി ആയിട്ടുള്ള വർക്ക്സിൽ ഡീൽ ചെയ്യുമ്പോഴും നമുക്കത് ഹാൻഡിൽ ചെയ്യാനുള്ള സ്കില്ല് ലഭിക്കുന്നതായിരിക്കും. നമ്പർ 4, ഡിസ്പ്ലേ അക്വയർഡ് നോളജ് ഇൻ സ്ട്രക്ചറിങ് ഗ്രാമാറ്റിക്കൽ സെൻറ്റൻസസ് വൈൽ റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഒബ്വിയസ്ലി നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചറിങ് ഫോളോ ചെയ്തുകൊണ്ട് എഴുതാനുള്ള സ്കില്ല് ലഭിക്കുന്നതായിരിക്കും. നമ്പർ 5, ബി ഏബിൾ ടു പ്രോസസ് ഇൻഫർമേഷൻ ഫ്രം വേരിയസ് സോഴ്സസ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ എ കൊഹീറൻറ്റ് മാനർ. ഇപ്പോൾ ഒരു എസ്സേ എഴുതാൻ പറയുകയാണ് നിങ്ങളുടെ അടുത്ത്, അല്ലെങ്കിൽ ഒരു നോട്ട് എഴുതാൻ പറയുകയാണ് ഒരു ടോപ്പിക്കിനെ കുറിച്ച്, അത് പ്രസൻറ്റ് ചെയ്യുന്ന രീതിയുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഭരതനാട്യത്തിനെ കുറിച്ച് പറയുമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഭരതനാട്യം എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നല്ല, അതെന്താണ്, അതൊരു ആർട്ട് ഫോമാണ്, അതാരാണ് കണ്ടുപിടിച്ചത് എന്നൊരു പ്രത്യേക ഓർഡർ ഉണ്ടല്ലോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ആ ഒരു ഓർഡറാണ് നമ്മൾക്ക്, ആ ഓർഡറിൽ എങ്ങനെ ഇൻഫർമേഷൻ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിക്കും. നമ്പർ 6, അണ്ടർസ്റ്റാൻഡ് ദ റെലവൻസ് ഓഫ് റൈറ്റിംഗ് അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഡിസ്പ്ലേ പ്രൊഫിഷ്യൻസി ഇൻ യൂസിങ് ലാംഗ്വേജ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റ്സ്. ഒബ്വിയസ്ലി അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്, പ്രസി ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് ഉണ്ടായിരിക്കാം, ലെറ്റേഴ്സ് ഉണ്ടായിരിക്കാം. അത്തരത്തിലുള്ള അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് എഴുതാനുള്ള അതിന് ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി അതുപോലെ തന്നെ അത് നന്നായി എഴുതാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഈ പേപ്പർ പഠിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന അഡ്വാൻറ്റേജ് അല്ല, സ്കിൽസ്.
ഓക്കെ, ഓബ്വിയസ്ലി ഇറ്റ്സ് എൻ അഡ്വാൻറ്റേജ്, പക്ഷെ അത് വേണ്ട ഒരു കാര്യമാണ്, അതൊരു എക്സ്ട്രാ കാര്യമല്ല. ഇറ്റ്സ് എ ബേസിക് സ്കിൽ ദറ്റ് വി ഓൾ ഷുഡ് ഹാവ്. ഓൾറൈറ്റ്, ഇനി നമുക്ക് കോഴ്സ് ഔട്ട്ലൈനിലേക്ക് പോകാം. ബേസിക്കലി 4 ബ്ലോക്സ് ആണുള്ളത്. റീഡിങ്ങിന് വേണ്ടിയിട്ടൊരു ബ്ലോക്ക് ഉണ്ട്. നെക്സ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, പാർട്ട് 1 and 2 ആയിട്ട് 2-3 ബ്ലോക്സ്. ആൻഡ് ഫൈനലി വി ഹാവ് ബ്ലോക്ക് 4. അപ്പോൾ നമ്മൾ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്ന ബ്ലോക്കാണ് ബ്ലോക്ക് 4. ഓക്കെ, സോ ആദ്യം തന്നെ റീഡിങ് എന്താണെന്ന് നോക്കാം. ബ്ലോക്ക് 1 ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ ടു റീഡിംഗ് ആണ്. നമ്മൾ റീഡിങ് ഓബ്വിയസ്ലി നമ്മൾ ഫിനിഷ് ചെയ്തൊരു ചാപ്റ്ററാണ് സ്കിൽസിലല്ലേ, 4 ഫണ്ടമെൻ്റൽ സ്കിൽസ് എന്ന് പറഞ്ഞ റീഡിംഗ് ആണ്. സോ ഒബ്വിയസ്ലി അതൊക്കെ തന്നെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നതായിരിക്കും യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു റീഡിംഗ്. യൂണിറ്റ് 2 ടൈപ്സ് ഓഫ് റീഡിംഗ് ആണ്. എന്തൊക്കെയാണ്? സ്കാനിങ്, സ്കിം എന്നൊക്കെ പഠിച്ച് നമ്മൾ ഓർമ്മയുണ്ടോ ലാസ്റ്റത്തെ സെമസ്റ്ററിൽ. അതുപോലെ തന്നെ കുറച്ചുകൂടി പുതിയ ടെക്നിക്സും ഈ സ്കാനിങ് ആൻഡ് സ്കിമ്മിങ് ഒക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ നമ്മൾ നോക്കുന്നതായിരിക്കും. യൂണിറ്റ് 3 റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ്. എങ്ങനെയാണ് കോംപ്രഹെൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു പാസേജ് നമുക്ക് വായിച്ച് മനസ്സിലാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, ഇൻഫർമേഷൻ അടങ്ങുന്ന ചാപ്റ്റർ. ആൻഡ് യൂണിറ്റ് 4 അനലൈസിങ് ആണ്. അപ്പോൾ നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷൻ പഠിച്ചു. അപ്പോൾ എങ്ങനെ കോംപ്രഹെൻഡ് ചെയ്യണം, എങ്ങനെ ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ നമ്മൾ മനസ്സിലാക്കണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആണ് നമ്മൾ റീഡിംഗ് കോംപ്രഹെൻഷനിൽ നോക്കിയത്. സോ അതുപോലെ തന്നെ ലിറ്ററേച്ചർ ആനലൈസ് ചെയ്യുക. നേരത്തെ പറഞ്ഞല്ലോ, ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ അത് ആസ്വദിക്കാനായിട്ട് സാധിക്കുന്നു. സോ അങ്ങനെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന കുറച്ച് വർക്ക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. എസ്സേസ് ഉണ്ട്, ദ ഡ്രീം ആൻഡ് ദ മെസ്സേജ് ബൈ അബ്ദുൽ കലാം. അതുപോലെ തന്നെ ഷോർട്ട് സ്റ്റോറി ഉണ്ട്, ദ ഓപ്പൺ വിൻഡോ, H.H. മുൻറോ ആണ് അത് എഴുതിയിട്ടുള്ളത്. ആൻഡ് ഫൈനലി പോയട്രി ഉണ്ട്, ബ്ലെസ് ഡാമസിൽ, ഡാൻറ്റെ ഗബ്രിയൽ റോസെറ്റിയാണ് എഴുതിയിട്ടുള്ളത്. സോ ഈ 3 വർക്കുകൾ നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും ബ്ലോക്ക് 1 റീഡിംഗ്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 2 ലാംഗ്വേജ് ഡെവലപ്മെൻ്റ് ആണ്, ഗ്രാമർ ആണ് ബ്ലോക്ക് 2ഉം 3ഉം. ഇപ്പോൾ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ ഒബ്വിയസ്ലി പാർട്സ് ഓഫ് സ്പീച്ച്. എന്തൊക്കെയാണ് പാർട്സ് ഓഫ് സ്പീച്ച്? യൂണിറ്റ് 1 വരുന്നുണ്ട് നൗൺസ്, വെർബ്സ്, പ്രോനൗൺസ്, കൺജങ്ഷൻസ്, ഇൻ്റർജെക്ഷൻസ്, അങ്ങനെ 8 പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. യൂണിറ്റ് 2 സെൻറ്റൻസസ് ആണ്, സെൻറ്റൻസ് സ്ട്രക്ചർ നോക്കുന്നതായിരിക്കും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് നോക്കുന്നതായിരിക്കും. അങ്ങനെ നെക്സ്റ്റ് യൂണിറ്റ് 3 കോൺകോഡ് ആണ്. കോൺകോഡ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് എന്നൊരു മറ്റൊരു പേരുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുതുന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മൾ വേർബ് മാറ്റണം. അത്തരത്തിലുള്ളൊരു റൂളാണ്. അതാണ് നമ്മൾ യൂണിറ്റ് 3 നോക്കാൻ പോകുന്നത്. ആൻഡ് ഫൈനലി യൂണിറ്റ് 4 ടെൻസസ് ഉണ്ട്. ഏതൊക്കെയാണ്? പ്രസൻറ്റ്, പാസ്റ്റ് ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ഉണ്ട്. ഈ 3 ടെൻസുകളിൽ വീണ്ടും 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതായിരിക്കും. ഓക്കെ, ബ്ലോക്ക് 3 ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് പാർട്ട് 2 റിപ്പോർട്ട്, സ്പീച്ച്, അതുപോലെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. യൂണിറ്റ് 5 and 6 എല്ലാം ആയിട്ട് നോക്കുന്നത്. യൂണിറ്റ് 7 സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. അപ്പോൾ അത് റിപ്പോർട്ടഡ് സ്പീച്ചിൽ നിന്ന് ഡയറക്റ്റ് സ്പീച്ച്, അതുപോലെ തന്നെ ആക്റ്റീവ് ടു പാസീവ്, പാസീവ് ടു ആക്റ്റീവ്, അതെല്ലാം അങ്ങനെ മാറ്റുന്ന. മാത്രമല്ല ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ഒരു ക്വസ്റ്റ്യനിലേക്കും ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് എക്സ്ക്ലമേഷനിലേക്കും എല്ലാം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് യൂണിറ്റ് 7. അതുപോലെ തന്നെ നമ്മളിങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്തൊക്കെ റൂൾസ് ഫോളോ ചെയ്യണം എന്നുള്ളതെല്ലാം സെൻറ്റൻസ് ട്രാൻസ്ഫോർമേഷനിൽ നോക്കുന്നതായിരിക്കും. യൂണിറ്റ് 8 കോമൺ എറേഴ്സ് ആണ്. നമ്മൾ യൂഷ്വലി ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ വരാൻ സാധ്യതയുള്ള എറേഴ്സ് എല്ലാം നോക്കുന്നു. അതെങ്ങനെ ഫിക്സ് ചെയ്യാം എന്നുള്ളത് നമ്മൾ യൂണിറ്റ് 8 പഠിക്കുന്നു. ആൻഡ് ഫൈനലി വി ഹാവ് പ്രാക്ടീസ് ഫോർ ബ്ലോക്ക് 4. അപ്പം എന്തായിരിക്കും? നമ്മൾ ഈ പഠിച്ചതെല്ലാം പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജസ് ആണ് യൂണിറ്റ് 1 തരും. ഒബ്വിയസ്ലി നമ്മളത് ആൻസർ ചെയ്യണം. യൂണിറ്റ് 2 അനലൈസിങ് ലിറ്ററേച്ചറാണ്. ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ തന്ന് നമ്മളത് അനലൈസ് ചെയ്യേണ്ടി വരും. യൂണിറ്റ് 3 ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ആണ്. ഇപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ബ്ലോക്ക് 2 3 കാര്യങ്ങളെല്ലാം ഗ്രാമർ ആൻഡ് വൊക്കാബുലറിയിൽ അപ്ലൈ ചെയ്യുക. അതുപോലെ യൂണിറ്റ് 4 പ്രസി ഉണ്ട്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. പ്രസി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, സമ്മറി എഴുതലാണ്. എന്തെങ്കിലും ഒരു വലിയ പീസ് ഓഫ് ഇൻഫർമേഷൻ കിട്ടിയാൽ അത് ഷോർട്ടാക്കി സമ്മറി പോലെ എഴുതുന്നതിനെയാണ് പ്രസി എന്ന് പറയുക. സോ എങ്ങനെ ഒരു പ്രസി എഴുതണം, അതുപോലെ യൂണിറ്റ് 5 എങ്ങനെയാണ് എസ്സേ എഴുതേണ്ടത്, എങ്ങനെയാണ് റിപ്പോർട്ട് എഴുതേണ്ടത്, ഇതാണ് ഡോക്യുമെൻറ്റ്, അക്കാഡമിക് ഡോക്യുമെൻറ്റ്സ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഈ 3 സോ അതെങ്ങനെ എഴുതണം, ഇതിൻ്റെ ഫോർമാറ്റ് എന്തൊക്കെയാണ്, വാട്ട് ടൈപ്പ് ഓഫ് ലാംഗ്വേജ് ഷുഡ് ബി യൂസ്ഡ്, അതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന വൊക്കാബുലറി എല്ലാം നമ്മൾ ഈ 3 ചാപ്റ്റേഴ്സിലായിട്ട് നോക്കുന്നതായിരിക്കും. സോ അതാണ് ഇൻ എ ബ്രീഫ് മാനർ നമ്മളുടെ പേപ്പർ റീഡിങ് ആൻഡ് റൈറ്റിംഗ്. വളരെ എളുപ്പമാണ്, കുഴപ്പമൊന്നുമില്ല. പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം മേ ബി ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും, ഗ്രാമർ ഇച്ചിരി ഡിഫിക്കൽട്ടായിരിക്കും. ബട്ട് സ്റ്റിൽ നമുക്ക് ക്ലാസ് നന്നായി ശ്രദ്ധിച്ചാൽ ഫോളോ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഡോണ്ട് വറി. ഓക്കെ, സോ നൗ വിൽ മൂവ് ഓൺ ടു അസൈൻമെൻറ്റ്സ്. എന്തൊക്കെ അസൈൻമെൻറ്റ്സ് ആണ് നമുക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളത് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ഇംഗ്ലീഷിൽ? ഫസ്റ്റ്, ബിഫോർ വി സ്റ്റാർട്ട്, ഇതിൻ്റെ കുറച്ച് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് അനാലിറ്റിക്കലായിട്ട് 2 കാറ്റഗറീസ് ആയിട്ടാണ് നിങ്ങൾ അസൈൻമെൻറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് തന്നെ ആദ്യം നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുമ്പം നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ആണ് തരിക. നിങ്ങൾ പഠിച്ചിട്ടുള്ള നമ്മൾ നോക്കുന്ന റീഡിങ് ആൻഡ് റൈറ്റിങ്ങിൽ പഠിക്കാനുള്ള എന്തെങ്കിലും കാര്യമായിരിക്കും.
അതായത് ഇപ്പം വാട്ട് ഈസ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്, അല്ലെങ്കിൽ ഹൗ ഡു യു റൈറ്റ് എ റിപ്പോർട്ട് എന്നൊക്കെ ചോദിച്ചിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ അത് ഉത്തരം പറയുകയാണ് അതിന്. സോ അതിന് നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണം? ക്ലിയർലി ഔട്ട്ലൈൻ ദി കീ എലമെൻറ്റ്സ് ഓർ ആസ്പെക്ട്സ് ദാറ്റ് നീഡ്സ് ടു ബി ഡിസ്ക്രൈബ് സച്ച് എസ് ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇവൻറ്റ്സ് എക്സെട്ര. അപ്പോൾ നിങ്ങളത് ഒരു എസ്സേ പോലൊരു ക്വസ്റ്റ്യൻ വരികയാണ്. ഫോർ എക്സാമ്പിൾ എന്താണ് റീഡിങ് ചോദിച്ചാൽ ഔട്ട്ലൈൻ ദി കീ എലമെൻറ്റ്സ് നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിരിക്കണം. അപ്പം റീഡിങ് ഇങ്ങനെയാണ് നമ്മളൊരു ഡെഫിനേഷൻ കൊടുക്കുന്നു. ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് റീഡിങ്, വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് റീഡിങ്, വാട്ട് ആർ ദി ഡിസഡ്വാൻറ്റേജസ്, അങ്ങനെ കീ എലമെൻറ്റ്സ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ ശ്രദ്ധിക്കുക. എംപ്ലോയ് ഡിസ്ക്രിപ്റ്റീവ് ലാംഗ്വേജ് ദാറ്റ് ക്യാൻ എൻഗേജ് ദി സെൻസസ് ആൻഡ് എൻഷുർ വിവിഡ് പിക്ചേഴ്സ്. അപ്പോൾ ഇതിന് സെൻസറി റൈറ്റിംഗ് എന്ന് പറയും. നമ്മൾ ഉത്തരങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതുമ്പോൾ വെറുതെ എഴുതി തികയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയ സെൻറ്റൻസസ് എഴുതാതെ നല്ല ഡിസ്ക്രിപ്റ്റീവായിട്ട് നന്നായി വിവരിച്ച് എഴുതുക. ഓർഗനൈസ് ദി അസൈൻമെൻറ്റ് ഇൻ എ കൊഹീറൻറ്റ് സീക്വൻസ് ടു ഗ്യാരണ്ടി ക്ലാരിറ്റി ആൻഡ് ഫെസിലിറ്റി ദ സ്മൂത്ത് കൺവീനിയൻസ് ഓഫ് ഐഡിയാസ്. ഓബ്വിയസ്ലി ഒരു ഫോർമാറ്റ്, നല്ലൊരു ഫോർമാറ്റ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുക, പിന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ്, അതിൻ്റെ ഡിഫറൻസസ്, അതിൻ്റെ സിമിലാരിറ്റീസ് എല്ലാം ഒരു ഓർഡറിൽ എഴുതുക. ഒരു കൊഹീറൻറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. അനാലിറ്റിക്കൽ ആണെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്? ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആദ്യം നോക്കിയിട്ട് വിൽ കം ടു അനാലിറ്റിക്. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്? ഡിസ്ക്രൈബ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ്. അപ്പം സ്കിമ്മിങ്, സ്കാനിങ്, ഇൻറ്റൻസീവ് ആൻഡ് എക്സ്റ്റെൻസീവ് റീഡിങ് ആൻഡ് ദ മെത്തേഡ്സ് യൂസ് ടു എൻഹാൻസ് റീഡിങ് സ്കിൽ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുത്തെന്ന് വെച്ചോ. അപ്പോൾ ഇവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ പ്രകാരം നമ്മൾ എന്ത് ആദ്യം ചെയ്യണം? വാട്ട് ഈസ് റീഡിങ് എന്ന് എഴുതണം. വാട്ട് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് റീഡിങ് എഴുതണം. അത് കഴിഞ്ഞിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റീഡിങ് ആർ ദെയർ എന്ന് പറഞ്ഞിട്ട് സ്കിമ്മിങ് കീ എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തു, സ്കിമ്മിങ് എക്സ്പ്ലെയിൻ ചെയ്തു, അതിനൊരു എക്സാമ്പിൾ കൊടുത്തു, സ്കാനിങ് എടുത്തു, എക്സ്പ്ലെയിൻ ചെയ്തു, എക്സാമ്പിൾ കൊടുത്തു. അങ്ങനെ ഒരു ഓർഡറിൽ എഴുതി പോരണം. അതാണ് ആ ഇൻസ്ട്രക്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ് ആണ്. അത് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിക്കും. സോ അതും എങ്ങനെയാണ്? സെൻറ്റൻസസ് ആർ എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് ഫോം എ മീനിങ്. ആദ്യം നമ്മൾ സെൻറ്റൻസ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ദെൻ ദെയർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. സിമ്പിൾ സെൻറ്റൻസ് എന്താണ്, പോയിൻ്റ് ഇടുക എഴുതുക. കോമ്പൗണ്ട് എന്താണ്, പോയിൻ്റ് ഇടുക എഴുതുക. കോംപ്ലക്സ് എന്താണ്, ഇതിൻ്റെ ഫങ്ഷൻസ് എന്താണ്, ഇതിൻ്റെ ഡിഫറൻസസ് എന്താണ് രണ്ടും തമ്മിൽ, എവിടേക്കാണ് യൂസ് ചെയ്യുന്നത്, അതെല്ലാം പോയിൻറ്റ്സ് ഇട്ട് എഴുതുക. ഓക്കെ, നമ്പർ 3 എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. ഗ്രാമറിൽ പഠിക്കുന്ന കാര്യമാണ്. നൗൺ, വേർബ്, ആഡ്ജക്റ്റീവ്, ആഡ്വേർബ് ഉണ്ട്, പ്രോനൗൺസ് ഉണ്ട്, ഇൻ്റർജെക്ഷൻസ്, കൺജങ്ഷൻസ് എല്ലാം ഉണ്ട്, പ്രപ്പോസിഷൻസ്. ഇതെല്ലാം നമ്മൾ പഠിക്കും, ഡോണ്ട് വറി. സോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതണം. നമ്പർ 4 ഔട്ട്ലൈൻ ദ കീ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ റൈറ്റിംഗ് ആൻ എഫക്റ്റീവ് പ്രസി ഇൻക്ലൂഡിംഗ് ടെക്നിക്സ് ഫോർ റിറ്റെയിനിങ് ദ മെയിൻ ഐഡിയ വൈൽ റെഡ്യൂസിങ് വേർഡ് കൗണ്ട്. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു പ്രസി എന്ന് പറഞ്ഞാൽ സമ്മറിയാണ്. അപ്പോൾ എങ്ങനെയാണ് സമ്മറി എഴുതേണ്ടത്? അതിൻ്റെ സ്റ്റെപ്സ് എഴുതാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 4th ക്വസ്റ്റ്യൻ. ആൻഡ് നമ്പർ 5 ഡിസ്ക്രൈബ് ദ മേജർ തീംസ് ആൻഡ് നെറേറ്റീവ് ടെക്നിക്സ് യൂസ്ഡ് ബൈ H.H. Munro. അവിടെ നമുക്ക് അനാലിറ്റിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കിട്ടിയിട്ടുള്ളത്. H.H. Munro ഓപ്പൺ വിൻഡോയിൽ യൂസ് ചെയ്തിട്ടുള്ള മേജർ തീംസ്, അതുപോലെ തന്നെ ടെക്നീക്സ് എന്തൊക്കെയാണ് കഥ എഴുതാനായിട്ട്. അത് ഈ 5 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്ക്രിപ്റ്റീവ്. അപ്പോൾ നിങ്ങൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് ആൻസേഴ്സ് കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് കംസ് അനാലിറ്റിക്കൽ. അനാലിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ പഠിച്ച വർക്ക്സ് തന്നെയായിരിക്കും. അതിൽ അനലൈസ് ചെയ്യുക, ലൈക്ക് എന്ത് ടോണാണോ ഓഥർ യൂസ് ചെയ്തിട്ടുള്ളത്, എന്ത് തീമാണോ ഓഥർ ഇവിടെ ഉദ്ദേശിച്ചത്, ഈ ഒരു ലൈൻ കൊണ്ട് ഓഥർ എന്താണ് ഉദ്ദേശിച്ചത്, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ അല്ലെങ്കിൽ ഈ ഒരു പീസ് ഓഫ് ലിറ്ററേച്ചർ നമ്മളുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ എങ്ങനെയൊക്കെയാണ് റെലവൻ്റ് ആയിട്ടുള്ളത്. അങ്ങനെയാണ് നമ്മൾ അനലൈസ് ചെയ്യുക. സോ ക്ലിയർലി ആർട്ടിക്കുലേറ്റ് യുവർ മെയിൻ ആർഗ്യുമെൻറ്റ് ഇൻ എ കൺസൈസ് മാനർ അറ്റ് ദ ബിഗിനിങ് ഓഫ് യുവർ ആൻസർ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെന്ന് വെക്കുക. അതായത് ഈ ഒരു ചാപ്റ്ററിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ അതിനോട് അഗ്രി ചെയ്യുന്നുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്യണം? ഒബ്വിയസ്ലി നിങ്ങളുടെ ആർഗ്യുമെൻറ്റ്, നിങ്ങൾ എന്താണ് വിശ്വസിക്കുന്നത്, അത് ആദ്യം ക്ലിയർ ആയിട്ട് എഴുതി വയ്ക്കുക. ആൻഡ് ദെൻ ട്രൈ ടു സപ്പോർട്ട് യുവർ ആർഗ്യുമെൻറ്റ്. നിങ്ങളുടെ ആർഗ്യുമെൻറ്റ് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പോയിൻറ്റ്സ് ആഡ് ചെയ്യുക, ടെക്സ്റ്റ് എവിഡൻസ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ ടോൺ അതിനായിട്ട് സെറ്റായിട്ടുള്ള ഫോർമൽ വൊക്കാബുലറി യൂസ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഓക്കെ, സപ്പോർട്ട് യുവർ അനാലിസിസ് വിത്ത് സ്പെസിഫിക് എക്സാമ്പിൾസ് ആൻഡ് കോട്ട്സ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് എവിഡൻസ് എന്ന് പറയാൻ എന്താണ് സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിൾസും കോട്ട്സും ആ ഒരു വർക്കിൽ നിന്ന് എടുത്തുകൊണ്ട് നിങ്ങളുടെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ മെയിൻ ആർഗ്യുമെൻറ്റ് സപ്പോർട്ട് ചെയ്യാനായിട്ട് എഴുതുക. ആൻഡ് ഫൈനലി മൂവ് ബിയോണ്ട് മിയർ സമ്മറി ആൻഡ് എൻഗേജ് ഇൻ ക്രിട്ടിക്കൽ അനാലിസിസ്. എക്സാക്ട്ലി നമ്മൾ യൂഷ്വലി നമുക്ക് ഇങ്ങനത്തെ അനാലിറ്റിക്കൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കഥയുടെ സമ്മറി എഴുതി വയ്ക്കും. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. എന്തൊക്കെ ചെയ്യണം? ആ ലിറ്റററി എലമെൻറ്റ്സ്, അതായത് നമ്മളൊരു കഥ എഴുതാനായിട്ട് കുറേ ടെക്നിക്സ് യൂസ് ചെയ്യും ഓതേഴ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഉപമ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉപമകളായിരിക്കാം, അല്ലെങ്കിൽ സിമിലി ആയിരിക്കാം, അല്ലെങ്കിൽ മെറ്റഫോഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഓണമാറ്റോപ്പിയ ആയിരിക്കാം, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സ് ആയിരിക്കാം.
തീമുകളായിരിക്കാം, അല്ലെങ്കിൽ ചില ചിഹ്നങ്ങളോ സിമ്പിൾസോ ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഇതിൻ്റെയൊക്കെ ഇമ്പോർട്ടൻസും ഇതൊക്കെ എങ്ങനെയാണ് ആ കഥയെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് നമ്മൾ അവിടെ അനലൈസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടത്. അല്ലാതെ വെറും സമറി എഴുതാം, പക്ഷെ അത് മാത്രമായിട്ട് ചുരുക്കരുതെന്ന് ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം അനലൈസ് ചെയ്യുന്നതിൻ്റെ. അനാലിറ്റിക്കൽ. നമ്പർ 1, അനലൈസ് ഹൗ ഡാൻറ്റെ ഗബ്രിയൽ റൊസെറ്റി യൂസസ് symbolism and imagery to convey themes of love, longing and spirituality. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യൻ ബ്ലെസ്ഡ് ഡാമസെല്ലാണ്. അപ്പോൾ നമുക്ക് പോയം വായിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും കുറേ സിംബിളിസം, കുറേ ഇമേജറി. നിങ്ങൾ പേടിക്കേണ്ട, സിംബിളിസം എന്താണ്, ഇമേജറി എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. അതെങ്ങനെയാണ് ഡാൻറ്റെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്ത് പറയണം, ഡാൻറ്റെ ഗബ്രിയൽ റൊസെറ്റി ഹാസ് റിട്ടൺ ദിസ് വർക്ക് കോൾഡ് ദി ബ്ലെസ്ഡ് ഡാമസൽ. ഇറ്റ് ടോക്സ് അബൌട്ട് ബ്ലാ ബ്ലാ ബ്ലാ, എന്തിനെക്കുറിച്ചാണോ അത് പറയുന്നത് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ആൻഡ് ദെൻ യു സ്റ്റാർട്ട് വിത്ത് ഇന്ന സിംബിളിസംസ് നമുക്ക് ഈ പോയത്തിൽ കാണാൻ സാധിക്കും, അത് ഇതിനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇന്ന ഇമേജറി നമുക്ക് കാണാൻ സാധിക്കും, അത് ഇതിനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ചില സിംബിളിസം ഇപ്പോഴും നമ്മുടെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലിറ്ററേച്ചറിൽ ഇപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെയൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. നമ്പർ 2, ഡിസ്കസ് ദ സെൻട്രൽ മെസ്സേജ് ഓഫ് കലാംസ് എസ്സേ ആൻഡ് ഇറ്റ്സ് റെലവൻസ് ടു പേഴ്സണൽ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റ്. അപ്പം കലാമിൻ്റെ എസ്സേനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ വർക്കിൻ്റെ പേര്? ദ ഡ്രീം ഇൻ ദ മെസ്സേജ്. ഡ്രീം ഇൻ ദ മെസ്സേജിൽ സെൻട്രൽ മെസ്സേജ് എന്താണ്, തീം എന്താണ്, നമ്മളുടെ നാഷണൽ ഡെവലപ്മെൻറ്റ്, അതായത് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടുള്ള എന്ത് ഇമ്പോർട്ടൻസ് ആണ് ആ ബുക്ക് കൊടുക്കുന്നത്, എക്സെട്ര എക്സെട്ര. ആ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്പർ 3, അനലൈസ് ഹൗ ട്രാൻസ്ഫോമിംഗ് സെൻറ്റൻസസ് ആക്റ്റീവ് ടു പാസീവ്, ഡയറക്റ്റ് ടു ഇൻഡയറക്റ്റ് ക്യാൻ ഇമ്പാക്ട് ദ ടോൺ ആൻഡ് ക്ലാരിറ്റി ഓഫ് എ ടെക്സ്റ്റ്. അപ്പം ആക്റ്റീവും ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ എന്താണ് ആക്റ്റീവ് എന്താണ് പാസീവ് എന്ന് മനസ്സിലാകണം. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഷീ വെൻറ്റ്, ഓക്കെ ലെറ്റ് മീ സേ, ഓൾ റൈറ്റ്, ഞാനൊരു എക്സാമ്പിൾ പറയാം. ആക്റ്റീവ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അലീൻ ഗേവ് ഉഷ എ ചോക്ലേറ്റ്. ഓൾ റൈറ്റ്, അതാണ് ഡയറക്റ്റ് സെൻറ്റൻസ്. അതായത് അലീന ഉഷയ്ക്കൊരു ചോക്ലേറ്റ് കൊടുത്തു. ഓൾ റൈറ്റ്, ഇനി അതെങ്ങനെ പാസീവ് ആകും? ഉഷ ആദ്യം ഫ്രണ്ടിലേക്ക് വരും. സോ ഉഷ വാസ് ഗിവൺ എ ചോക്ലേറ്റ് ബൈ അലീൻ. ഓക്കെ, ഉഷ അലീനയാൽ ഒരു ചോക്ലേറ്റ് കൊടുക്കപ്പെട്ടു. ഐ ഡോണ്ട് നോ ഹൗ ടു ട്രാൻസ്ലേറ്റ് ദാറ്റ് ഇൻ മലയാളം, ബട്ട് യു ഗെറ്റ് ദി ഐഡിയ. അതാണ് ആക്റ്റീവ് ആൻഡ് പാസീവ്. സോ അതുപോലെ തന്നെ ഡിറക്റ്റ് ആൻഡ് ഇൻഡിറക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഒരു ലിറ്ററേച്ചറിൽ വരുമ്പം ആ ഒരു ചേഞ്ച്, സെൻറ്റൻസ് സ്ട്രക്ചറിൽ ചേഞ്ച് എന്താണ്, എന്ത് മാറ്റമാണ് കൊണ്ടുവരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ, good question. Number 4, examine how grammatical errors impact meaning and communication using examples from common mistakes in English. എങ്ങനെയാണ് നമ്മുടെ ഒരു ലിറ്ററേച്ചർ അനലൈസ് ചെയ്യാനാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണെങ്കിലും എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ഗ്രാമാറ്റിക്കൽ എറേഴ്സ് അതിനെ ബാധിക്കുന്നത് എന്നാണ് ഫോർത്ത് ക്വസ്റ്റ്യൻ. നമ്പർ 5, അനലൈസ് ഹൗ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻറ്റ് എഫക്ട്സ് ക്ലാരിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. അഗൈൻ കോൺകോഡ് എന്ന് നമ്മൾ പഠിക്കാനുള്ള ചാപ്റ്ററിനെ ബേസ് ചെയ്തിട്ടാണ്. സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ്, ഒരു വെർബ് സബ്ജക്റ്റിനനുസരിച്ച് പോയില്ലെങ്കിൽ എന്തൊക്കെയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. സോ ദോസ് ആർ ദി അനലിറ്റിക്കൽ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഓരോ കാറ്റഗറിയും 5 ക്വസ്റ്റ്യൻസ് ഇതാണ് തന്നിട്ടുള്ളത് ഫോർ അസൈൻമെൻറ്റ്. സോ ദാറ്റ്സ് എ ടോട്ടൽ ഓഫ് 10 ക്വസ്റ്റ്യൻസ് ഫോർ യുവർ അസൈൻമെൻറ്റ്സ്. ഓക്കെ, സോ നമ്മളുടെ അസൈൻമെൻറ്റ് സെക്ഷനും കഴിഞ്ഞിരിക്കുന്നു. സോ ദാറ്റ് ഈസ് ഇറ്റ് ഫോർ ദ ലിറ്റിൽ റിവ്യൂ ഓൺ ആർ സെക്കൻഡ് പേപ്പർ. നമുക്കധികം വൈകാതെ തന്നെ നമ്മുടെ ബ്ലോക്ക് 1 യൂണിറ്റ് 1 വെച്ചിട്ട് ക്ലാസ്സസ് തുടങ്ങാം. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ സെമസ്റ്റർ 2 പേപ്പർ ആൻഡ് ദാറ്റ് വിൽ ബി ഇറ്റ് ഫോർ ടുഡേ. ബൈ ഗൈസ്.